ഒരു സമൂഹം അതിന്റെ ഇന്നലകളിലെ ചരിത്രം അറിഞ്ഞു വളരണം. ഇന്നലകളിലെ ചരിത്രം പഠിപ്പിച്ചു വളർത്തിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് ഈ അധസ്ഥിത വിഭാഗങ്ങൾ ഇന്നലകളിൽ അടിമച്ചന്തകളിൽ വിൽക്കപ്പെട്ടിരുന്നവരുടെ പിൻഗാമികളാണ്. അവർക്ക് അറിവിന്റെയോ സമ്പത്തിന്റെയോ ഒന്നും ലോകത്തിലേക്ക് കടക്കാൻ അവസരമുണ്ടാകാതെ പോയത് കൊണ്ട് മാത്രം പിന്തള്ളപ്പെട്ടു പോയവരാണ് എന്ന ഒരു ചെറിയ ചിന്ത സമൂഹത്തിന്റെ പൊതു മനസാക്ഷിയിൽ കടത്തിവിടുന്നതിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ സംവരണം പോലുള്ള ആശയങ്ങളോടും അതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ജനവിഭാഗങ്ങളോടും അവരുടെ ആ വിചാരധാരകളെ അതൊരു നീതിയുക്തമായ സംരംഭം, അത് പൊതുസമൂഹത്തിൽ അത്രയെല്ലാം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ അവരോട് എന്ന ഒരു ചിന്ത കുറെ മനുഷ്യരുടെയെങ്കിലും മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ അസഹിഷ്ണുത? എന്തുകൊണ്ട് ഇത്രയും അസഹിഷ്ണുത ഇത്തരം വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് ഞാൻ ഒരിക്കൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സമൂഹം അതിൻ്റെ ഇന്നലകളുടെ ചരിത്രങ്ങളെ അറിഞ്ഞ് വളരാൻ ശ്രമിക്കണം. ഒരു സമൂഹം അതിൻ്റെ ഇന്നലകളുടെ ചരിത്രം അറിയാതെ വളർന്നാൽ ആ സമൂഹം ഇന്നലകളിൽ ചെയ്ത അബദ്ധങ്ങൾ ആവർത്തിക്കുവാൻ ഇടയാകും എന്ന് പറഞ്ഞ ഏതോ ചരിത്രകാരന്റെ വരികൾ എനിക്ക് ഓർമ്മ വരികയാണ്. വാസ്തവത്തിൽ ഈ ചരിത്രം അറിയാതെ നമ്മളുടെ സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ള പരിശ്രമത്തിൻ്റെയും കൂടി ഒരു പാർശ്വഫലമാണ് ഇത്രയും വലിയ ഈ അസ്വസ്ഥതകൾക്ക് കാരണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ അബ്രഹാം ലിങ്കൺ അടിമ വ്യാപാരത്തിനെതിരെ പോരാടിയെന്നും ആ അടിമക്കച്ചവടം തെക്കേ അമേരിക്കയില് അതൊക്കെ ഇല്ലാതാക്കിയെന്നും അതിനു വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ സാമൂഹ്യ പാഠപുസ്തകങ്ങളിലും മറ്റു പാഠപുസ്തകങ്ങളിലുമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേരളത്തിൽ നിലനിന്ന അടിമ വ്യാപാരത്തെ പറ്റിയും അത് നിർത്തലാക്കിയതിനെ പറ്റിയും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം എന്ന് എനിക്ക് നല്ല നിശ്ചയമാണ്. കാരണം ഒരുപടി ക്ലാസ്സുകളിൽ ഒരുപടി പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ച് നീണ്ട ബിരുദങ്ങളൊക്കെ സമ്പാദിച്ച ധാരാളം പേര് ഇവിടെയുണ്ട്. ഞാനും കുറച്ച് ബിരുദങ്ങളും ഒക്കെ സമ്പാദിച്ച വ്യക്തിയാണ്. എൻ്റെ ഒരു ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും അബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ നടത്തിയ അടിമത്ത വിരുദ്ധ പോരാട്ടത്തെ പറ്റി പഠിപ്പിച്ച മാഷന്മാരാരും ഈ കേരളത്തിലെ അടിമ വ്യാപാരത്തെ പറ്റിയും അത് നിർത്തലാക്കിയതിന്റെ നാളുകളെ കുറിച്ചൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാഠവും ഉണ്ടായിട്ടില്ല. എന്താ, അത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിന്റെ ഭാഗമല്ലയോ? 1853 54 ആണ് അടിമകളെ, മനുഷ്യരെ അടിമകളാക്കി അടിമച്ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുന്ന രീതിയെ കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള പ്രൊക്ലമേഷൻ ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതിനു മുൻപ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1812 മറ്റേ തിരുവിതാംകൂറിലെ മഹാരാജാവിന്റെ കാലത്ത് എന്തോ ഒരു വിലക്കും പ്രൊക്ലമേഷനും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളതായിട്ട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ കർശനമായി വിലക്കുന്നത് 1854 ശ്രീനാരായണ ഗുരു ജന്മമെടുത്തതിന്റെ അടുത്ത നാളുകളിൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് 100-150 വർഷങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്ന ചരിത്രം, ആ ചരിത്രം പോലും എന്റെ പ്രായത്തിലുള്ള മനുഷ്യർ, അല്ലെങ്കിൽ എന്നെക്കാൾ അല്പം കൂടി പ്രായത്തിലുള്ള മനുഷ്യർ, അവർക്കറിയാനായിട്ട്, അവരെ പഠിപ്പിക്കാനായിട്ടോ അവരെ പരിചയപ്പെടുത്തുവാനായിട്ടോ നമ്മുടെ വ്യവസ്ഥിതി തയ്യാറായിട്ടില്ല. ചില ചരിത്രങ്ങളെയെല്ലാം കമ്പിളിപ്പുതപ്പിന്റെ അടിയിൽ മൂടിയിടുവാൻ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി, അതിൻ്റെയൊക്കെ ഫലമല്ലേ ഈ സംഭവിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, എൻ്റെ ബാർ അസോസിയേഷൻ, ഞാനൊരു വക്കീലാണെന്ന് അറിയാമല്ലോ,
ഞങ്ങളുടെ ബാർ അസോസിയേഷനില് ഈ KPMS അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം അതിന്റെ ജൂബിലി ആഘോഷിച്ചുകൊണ്ട് കേരളത്തിലുടനീളം നടത്തിയ സമ്മേളനം, ആ നാളുകൾ ഞാനും അതിലൊക്കെ ചില സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. അതിന്റെ പത്രവാർത്തകൾ വന്ന പത്രങ്ങൾ മേശപ്പുറത്ത് നിൽക്കുമ്പോൾ ബാർ അസോസിയേഷന്റെ മേശപ്പുറത്ത് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഒരു 50 വയസ്സുകാരൻ വക്കീല്, നല്ല മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച ഒരു ക്രിസ്ത്യൻ, നല്ല മനുഷ്യൻ, അങ്ങേര് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടില്ലേ വക്കീലേ, ഇത് ഞാൻ ആദ്യം കേൾക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉന്നത വിദ്യാഭ്യാസം നേടി സാമാന്യം നല്ല സാമ്പത്തിക നിലവാരവും നാട്ടിൽ കൊള്ളാവുന്ന വിധത്തിലുള്ള ഒരു നിലവാരത്തിലൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടി അഭിഭാഷകനായി 50-ാം വയസ്സ് വരെ പ്രാക്ടീസ് ആയെന്ന് പറയുമ്പോൾ ഒരു 10-25 കൊല്ലം അഭിഭാഷകനായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആ മനുഷ്യൻ എന്നോട് എനിക്ക് ഈ വിഷയത്തിലൊക്കെ ഉള്ള താല്പര്യങ്ങളെക്കുറിച്ചും ഇതിനെപ്പറ്റി കൂടുതൽ അല്പം കൂടി അറിയാനുള്ള ആഗ്രഹത്തെ പ്രതിയാണ് ഞാൻ ഇരിക്കുന്ന സദസ്സിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് എന്താ കാണിക്കുന്നേ? നമ്മുടെ ചരിത്രം, ഇന്നത്തെ കേരളത്തിന്റെ രൂപീകരണത്തിലേക്ക് നാം നടന്നെടുക്കുന്നതിന് മുൻപ് ഒരു 50 കൊല്ലം മുമ്പ്, അതല്ലെങ്കിൽ ഒരു 75 കൊല്ലം മുൻപ് നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വിപ്ലവകരങ്ങളായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പോലും നമ്മുടെ പാഠ്യപദ്ധതിയിലെ പുസ്തകത്തിലൂടെ അറിയാൻ, പഠിപ്പിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറായിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അതിന് സാധിക്കാതെ പോയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സമൂഹം അതിന്റെ ഇന്നലകളിലെ ചരിത്രം അറിഞ്ഞു വളരണം. ഇന്നലകളിലെ ചരിത്രം പഠിപ്പിച്ചു വളർത്തിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് ഈ അധസ്ഥിത വിഭാഗങ്ങൾ ഇന്നലകളിൽ അടിമച്ചന്തകളിൽ വിൽക്കപ്പെട്ടിരുന്നവരുടെ പിൻഗാമികളാണ്. അവർക്ക് അറിവിന്റെയോ സമ്പത്തിന്റെയോ ഒന്നും ലോകത്തിലേക്ക് കടക്കാൻ അവസരമുണ്ടാകാതെ പോയത് കൊണ്ട് മാത്രം പിന്തള്ളപ്പെട്ടു പോയവരാണ് എന്ന ഒരു ചെറിയ ചിന്ത സമൂഹത്തിന്റെ പൊതു മനസാക്ഷിയിൽ കടത്തിവിടുന്നതിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ സംവരണം പോലുള്ള ആശയങ്ങളോടും അതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ജനവിഭാഗങ്ങളോടും അവരുടെ ആ വിചാരധാരകളെ, അതൊരു നീതിയുക്തമായ സംരംഭം, അത് പൊതുസമൂഹത്തിൽ അത്രയെല്ലാം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ അവരോട് എന്ന ഒരു ചിന്ത കുറെ മനുഷ്യരുടെയെങ്കിലും മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായില്ല. അതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചില്ലേ, സംവരണത്തിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും അതിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും അതിലൂടെ നിഴലിക്കുന്ന വലിയ അസ്വസ്ഥതകളുടെയും വലിയ വലിയ അസംതൃപ്തിയുടെയും അസ്വസ്ഥതകളുടെയും അതൊക്കെ ഒരു നീതി നിഷേധമാണെന്ന മട്ടിലുള്ള പ്രചരണങ്ങളുടെയും ഒക്കെ ഒരു ചരിത്രം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് കഴിയുകയാണ്.